ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കര വിരാജിത ശംഖചക്രകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം നമോ നാരായണായ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 48-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 48-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 455 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം 49. ശ്ലോകം വായിക്കാം. സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഹൃത്ത് മനോഹരോജിത ക്രോധോ വീരബാഹുർവിദാരണ. 10 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. നാമങ്ങൾ പറയാം. സുവ്രതഃ, സുമുഖഃ, സൂക്ഷ്മഃ, സുഘോഷഃ, സുഖദഃ, സുഹൃത്ത്, മനോഹരഃ, ജിതക്രോധഃ, വീരബാഹുഃ, വിദാരണഃ. ഒരിക്കൽ കൂടി പറയാം. സുവ്രതഃ, സുമുഖഃ, സൂക്ഷ്മഃ, സുഘോഷഃ, സുഖദഃ, സുഹൃത്ത്, മനോഹരഃ, ജിതക്രോധഃ, വീരബാഹുഃ, വിദാരണഃ. സുവ്രത സുമുഖ സൂക്ഷ്മഃ സുഘോഷ സുഖദ സുഹൃത്ത് മനോഹരോ ജിതക്രോധോ വീരബാഹുർവിദാരണഃ. സുവ്രത സുമുഖ സൂക്ഷ്മഃ സുഘോഷ സുഖദ സുഹൃത് മനോഹരോജിത ക്രോധോ വീരബാഹുർവിദാരണഃ. സുവ്രതഃ ആദ്യത്തെ നാമം. സുവ്രതഃ നല്ല വ്രതമുള്ളവൻ, ശോഭനമായ വ്രതമുള്ളവൻ. ഈ വ്രതത്തിന് തപസ്സെന്നും അർത്ഥമുണ്ട്. അപ്പം നല്ല ശോഭനമായ തപസ്സുള്ളവനെന്നും അർത്ഥം. ഇനി വ്രതം എന്ന് പറയുന്നത് ശ്രദ്ധ, ഭക്തി, ധൃതി, അഹിംസ, സത്യം, ശരണാഗതി എന്നീ കാര്യങ്ങൾ ജീവിതചര്യയാക്കുന്നവനാണ് വ്രതൻ എന്ന് പറയുന്നത്, വ്രതമനുഷ്ഠിക്കുന്നവൻ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ശരണാഗതി വ്രതമായി എടുത്തിരുന്നു. കാരണം വിഭീഷണൻ വന്ന് ശ്രീരാമൻ്റെ പക്കൽ അഭയം പ്രാപിച്ചപ്പോൾ സഭയിലെ ആൾക്കാർ പറഞ്ഞിരുന്നു, കൊടുക്കാൻ പാടില്ല, വിഭീഷണൻ രാവണൻ്റെ അനിയനല്ലേ, അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ ഭഗവാൻ വിഭീഷണൻ അഭയം കൊടുത്തു. അതായത് വാൽമീകി രാമായണത്തിൽ യുദ്ധകാണ്ഡത്തിൽ സഹൃദേവ പ്രപന്നായ തവ അസ്മീതി ച യാചതേ അഭയം സർവഭൂതേഭ്യോ ദദാം ഏതദ് വ്രതം മമാന്ന്. അതായത് ഒരിക്കലെങ്കിലും എന്നെ ശരണം പ്രാപിച്ച് ഞാൻ ഭവാൻ്റേതാകുന്നു എന്ന് അപേക്ഷിക്കുന്നത് ആരാണോ അവരെ ഞാൻ സകല ഭൂതങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു ശ്രീരാമചന്ദ്രൻ. അങ്ങനെയാണ് വിഭീഷണനെ ഭഗവാൻ ശരണാഗതനായി സ്വീകരിച്ചത്. അതുപോലെ തപസ് എന്ന അർത്ഥം ഉണ്ടെങ്കിലും എടുക്കുകയാണെങ്കിൽ വ്രതം എന്നതിന് ബദരികാശ്രമത്തിൽ നരനാരായണന്മാർ അനുഷ്ഠിച്ചു. അപ്പോൾ അതുകൊണ്ടും ഭഗവാൻ സുവ്രതൻ, ശോഭനമായ തപസ്സനുഷ്ഠിക്കുന്നവനും ശോഭനമായ വ്രതമുള്ളവനും ഭഗവാൻ തന്നെ. അടുത്ത നാമം, 2ാമത്തെ നാമം സുമുഖഃ. നല്ല മുഖമുള്ളവൻ എന്ന് പറഞ്ഞാലോ, നല്ല ചിരിച്ച മുഖമുള്ളവനോ, നല്ല പ്രസന്നമായ മുഖത്തോടു കൂടിയവൻ, സദാ പ്രസന്നമായ മുഖത്തോടു കൂടിയവനാണ് സുമുഖൻ. ഭഗവാൻ എപ്പോഴും ആനന്ദ സ്വരൂപനാണ്. ഭഗവാൻ ആത്മാവാനായ മഹാവിഷ്ണു ആനന്ദ സ്വരൂപനാണ്. അതുകൊണ്ട് ശോകവും ദുഃഖവും ഒന്നും ഭഗവാനെ ബാധിക്കയില്ല.
ഇനി ബ്രഹ്മാവിന് വേദം ഉപദേശം ചെയ്ത സമയത്ത് ഭഗവാൻ പ്രസന്നനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം എപ്പോഴും സുന്ദരമാണ്, ശാന്തത മുഖത്തിൽ സദാ ശോഭിക്കുന്നു. വിഷ്ണു പുരാണത്തിൽ ഭഗവാനെ പ്രകീർത്തിക്കുന്നത് പ്രസന്നമായ മുഖമുള്ളവനും താമരദളങ്ങൾ പോലെ അതിസുന്ദരമായ വിശാലമായ കണ്ണുകളുള്ളവനുമെന്നാണ്. വിഷ്ണു പുരാണത്തിൽ പ്രസന്നവദനം ചാരുപത്മാപത്രായ ദേക്ഷണം ഭഗവാനെ പറഞ്ഞതാ. പ്രസന്നമായ മുഖമുള്ളവനും ചാരുപത്മപത്രായ ദേക്ഷണം, ആ താമര ഇതളുകൾ പോലെ അതിസുന്ദരമായ കണ്ണുകളോടുകൂടിയവനും എന്ന്. ഇനി സാധാരണ ജനങ്ങൾക്ക് അമിതമായ സന്തോഷമോ ദുഃഖമോ കൊടുക്കുന്ന സന്ദർഭത്തിലും ശ്രീരാമൻ സമചിത്തനും പ്രസന്നവദനുമായിരുന്നു എന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. കൂടാതെ യുവരാജാവായി തൻ്റെ അച്ഛൻ തന്നെ യുവരാജാവായി പ്രഖ്യാപിച്ചപ്പോഴും വനവാസ വിഷയം പറഞ്ഞപ്പോഴും ഒക്കെ മനസ്സുകൊണ്ട് അതൊക്കെ സ്വീകരിച്ചു ഭഗവാൻ. അപ്പോൾ 14 വർഷം കാടുകളിൽ സഞ്ചരിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഭഗവാൻ തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു. അപ്പോൾ വേദങ്ങൾ ബ്രഹ്മാവിന് ഉപദേശിച്ച മുഖം ആയതിനാൽ പ്രസന്നം എന്നതിന് ശ്വേതാശ്വതര ഉപനിഷത്തിൽ യാതൊരുവൻ ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചുവോ, യാതൊരുവൻ തന്നെ ആ ബ്രഹ്മാവിനായിക്കൊണ്ട് വേദങ്ങളെ പ്രകാശിപ്പിച്ചുവോ എന്ന് പറയുന്നുണ്ട്. അപ്പം യോ ബ്രഹ്മാണം വിദദാതി പൂർവം യോ വൈ വേദാംശ പ്രേണോസ്മി തസ്മൈ എന്ന് ശ്വേതാശ്വതർ. ഇനി വാൽമീകി രാമായണത്തിൽ സ്വപിതുർവചനം ശ്രീമാൻ അഭിഷേകാൽ പരം പ്രിയം മനസാപൂർവം ആസാദ്യ വാചാ പ്രതിഗൃഹീതവാൻ ഇമാനീതു അരണ്യേ വിഹൃത്യ നവപഞ്ചച വർഷാണി പരമപ്രീത താസ്യാമി വചനേ തവ. ആ ഭഗവാന്റെ അച്ഛൻ്റെ വാക്കുകൾ പാലിക്കാൻ വേണ്ടി കാനനത്തിൽ പോയ കഥ. അതുപോലെ അടുത്ത നാമം. അപ്പോൾ അതുകൊണ്ടൊക്കെ ഭഗവാൻ സുമുഖനാണ്, നല്ല പ്രസന്നമായ മുഖത്തോടു കൂടിയവൻ. ഇനി സൂക്ഷ്മക അടുത്ത നാമം. സൂക്ഷ്മം, സ്ഥൂലതയ്ക്ക് കാരണമൊന്നുമില്ലാത്തത് കൊണ്ട് സൂക്ഷ്മനാണ് ഭഗവാൻ. അതായത് നമ്മുടെയൊക്കെ ഈ ശരീരങ്ങൾ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇവയിൽ ഇതെല്ലാം പഞ്ചീകരക്രിയയ്ക്ക് ശേഷവും അതായത് ഭഗവാന്റെ സൃഷ്ടികളാണ് പഞ്ചഭൂതങ്ങൾ. അവയിൽ അതിസൂക്ഷ്മനായ ഭഗവാൻ സർവവ്യാപിയായിരിക്കുന്നു. ശബ്ദസ്പർശാദികൾ ഭഗവാൻ ഇല്ലാത്തതുകൊണ്ട് സൂക്ഷ്മമായിരിക്കുന്നതുകൊണ്ട് ഭഗവാൻ സൂക്ഷ്മനാണ്. സ്ഥൂലതയ്ക്ക് കാരണമൊന്നുമില്ലാത്തതുകൊണ്ട് ഭഗവാൻ സൂക്ഷ്മൻ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ ചേർന്നാണ് സ്ഥൂലതയുണ്ടാക്കുന്നത്. ഇവയിൽ പഞ്ചീകരക്രിയയ്ക്ക് ശേഷവും ആകാശം സൂക്ഷ്മമാണ്. പഞ്ചഭൂതങ്ങൾ ഭഗവാന്റെ സൃഷ്ടികളാണ്. അവയിൽ അതിസൂക്ഷ്മനായ ഭഗവാൻ സർവവ്യാപിയായിരിക്കുന്നു. ശബ്ദസ്പർശാദികൾ ഭഗവാൻ ഇല്ലാത്തതുകൊണ്ട് സൂക്ഷ്മനാണ് ഭഗവാൻ. അപ്പോൾ സൂക്ഷ്മങ്ങളിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതും ദുഷ്പ്രവേശമായ ഗുഹയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനും എന്നാണ് ഭഗവാനെക്കുറിച്ച് ശ്വേതാശ്വതര ഉപനിഷത്ത് പറയുന്നത്. സൂക്ഷ്മാതി സൂക്ഷ്മം കലിലസ്യ മധ്യേ എന്ന് പറഞ്ഞാൽ നിത്യവും സൂക്ഷ്മത്തിൽ വെച്ച് അതിസൂക്ഷ്മവും എന്ന് അർത്ഥം. അപ്പോൾ സൂക്ഷ്മാൽ സൂക്ഷ്മതരം നിത്യം കൈവല്യ ഉപനിഷത്തിൽ ശാശ്വതവും പലവിധത്തിൽ ശോഭിക്കുന്നതും സർവവ്യാപിയും അത്യന്ത സൂക്ഷ്മമായിട്ടുള്ളതും എന്ന് മുണ്ടകോപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട്. നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം എന്ന് മുണ്ടകോപനിഷത്തിൽ. ഇനി സൂക്ഷ്മാച്ചതൽ സൂക്ഷ്മതരം വിഭാതി എന്ന്
പറഞ്ഞിട്ടുണ്ട് മുണ്ടകോപനിഷത്തിൽ. സൂക്ഷ്മമായുള്ളതിനേക്കാൾ ഏറ്റവും സൂക്ഷ്മമായി ശോഭിക്കുന്നു ഭഗവാൻ. അതുകൊണ്ടും ഭഗവാൻ സൂക്ഷ്മനാണ്. ഇനി അടുത്ത നാമാണ് സുഘോഷക. സുഘോഷക രണ്ടർത്ഥമുണ്ട്. ഒന്ന് ശോഭനമായ വേദോച്ചാരണമുള്ളവനെന്നും രണ്ടാമത്തെ മേഘഗർജനം പോലെ ശബ്ദമുള്ളവനെന്നും. അപ്പോൾ ഭഗവാന്റെ ശ്വാസോച്ഛ്വാസം വേദങ്ങളാണെന്ന് പറയുന്നുണ്ട്. അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതമേതയത് ഋഗ്വേദോ യജുർവേദോ അഥർവാംഗിരീസ എന്ന് പറഞ്ഞാലോ, ഈ മഹത്തായ ഭൂതത്തിൻ്റെ നിശ്വസിതമാകുന്നു ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളും. പിന്നെ ഭഗവാന്റെ ശബ്ദം മേഘഗർജനം പോലെ ഗംഭീര ശബ്ദം അവതാരങ്ങളിലൊക്കെ കാണിച്ചല്ലേ. നരസിംഹമായിട്ട് അവതരിച്ചപ്പം സ്തംഭേ ഘട്ടയതി അല്ലേ, ഭയങ്കര ശബ്ദത്തോടു കൂടി ആ തൂണ് പിളർന്ന് ഭഗവാൻ വന്നേ. അപ്പം അതൊക്കെ കൊണ്ട് ഭഗവാൻ സുഘോഷനാണ്. ശോഭനമായ വേദോച്ചാരണമുള്ളവനെന്നും മേഘഗർജനം പോലെ ശബ്ദമുള്ളവനെന്നും അർത്ഥം. അടുത്ത നാമാണ് സുഖദഹ. സുഖദഹ സുഖത്തെ ദാനം ചെയ്യുന്നവനെന്നും, പിന്നെ അത് സത്തുക്കൾക്ക് നല്ലവർക്ക്, അസത്തുക്കളെ അസത്തുക്കളുടെ അതായത് സജ്ജനങ്ങൾക്ക് സുഖം നൽകുന്നു, അസത്തുക്കൾക്ക് സുഖത്തെ ഇല്ലാതെയാക്കുന്നു. ഇതൊക്കെ ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ യോ വൈഭൂമാ തൽസുഖം സ്വൽപേ സുഖമസ്തി, ചാന്തോക്യ ഉപനിഷത്തിൽ. ഭൂമായിൽ മാത്രമേ സുഖമുള്ളൂ, അല്പത്തിലില്ല. അതായത് വലുതായാൽ മാത്രമേ സുഖമുള്ളൂ, ചെറുതിലില്ല എന്നർത്ഥം. അതിൻ്റെ അർത്ഥം സൽവൃത്തർക്ക് ഭഗവാൻ പരമാനന്ദം നൽകുന്നു, ധർമ്മവിലോപം വരുത്തുന്നവർക്ക് ഒരിക്കലും മനസമാധാനം കൊടുക്കുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ സുഖദൻ. അടുത്ത നാമം സുഹൃത്ത്. ഹൃത്ത് എന്ന് പറയാൻ ഹൃദയത്തിൽ. അപ്പോൾ സുഹൃത്ത് എല്ലാ ജീവികളുടെയും സ്നേഹിതനാണ് ഭഗവാൻ. സ്നേഹിക്കുന്നവൻ, ഹൃത്തിൽ ഉള്ളവൻ. സുഹൃത്ത് നല്ല കൂട്ടുകാരൻ. പ്രത്യുപകാരേച്ഛയില്ലാതെ അവരോട് യാതൊരു അപേക്ഷയുമില്ലാതെ സഹായത്തിന് എത്തുന്നവരാണ് സുഹൃത്തുക്കൾ. ഇനി അപകാരം ചെയ്ത് മറയ്ക്കുന്നു. എല്ലാവരുടെയും സുഹൃത്തായ ഭഗവാൻ ഭക്തന്മാർക്ക് ശ്രേയസ്, അഭ്യുദയം എന്നിവയ്ക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടും ഭഗവാൻ സുഹൃത്താണ്. അടുത്ത നാമം മനോഹരഹ. മനോഹരഹ മനസ്സിനെ കവരുന്നവൻ എന്നൊരർത്ഥം. പിന്നെ മനോഹരൻ എന്ന് പറഞ്ഞാൽ സുന്ദരൻ എന്നും അർത്ഥമുണ്ട്. ഭഗവാന്റെ രൂപം സുന്ദരമാണ്. അപ്പോൾ ആനന്ദസ്വരൂപനായ ഭഗവാൻ ഭക്തന്മാരുടെ മനസ്സിനെ ആകർഷിച്ച് അവരുടെ ലൗകിക സുഖങ്ങൾ തുച്ഛമാണെന്ന് ഭഗവത്ഗീതയിൽ മുഴുകിയവരെ, അതായത് ഭഗവാന്റെ ചിന്തയിൽ മുഴുകിയവരെ ലൗകിക സുഖങ്ങൾ തുച്ഛമാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ അവരുടെ മനസ്സ് ഭഗവാനിൽ നിമഗ്നമാണ്. അപ്പോൾ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഭഗവാൻ അവരുടെ മനസ്സിനെ ഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ലയിക്കുന്ന ആൾക്കാർ അത്യന്ത ചപലമായ മനസ്സ് അഭ്യാസ വൈരാഗ്യത്താൽ സ്ഥിരമാകുന്നു. ഭഗവാനെ സ്മരിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ധ്യാനിച്ച് അതിൽ ഒട്ടിപ്പിടിക്കുന്നു ഭഗവാനിൽ. അപ്പം ഇങ്ങനെ ഭഗവാൻ മനസ്സിനെ കവരുന്നവനാകുന്നു, കക്കുന്നവനാകുന്നു. അപ്പം മനസ്സിനെ ഹരിക്കുന്നവനെന്നും മനസ്സിനെ എന്താ പറയുക, കവരുന്നവനെന്നൊക്കെ അർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം ഭഗവാന്റെ അതിസുന്ദരമായ രൂപം കാണുവാൻ എല്ലാവരിലും താല്പര്യം ഉളവാക്കുന്നു, എല്ലാവരെയും അതിലേക്ക് ആകർഷിക്കുന്നു. അതും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഭഗവാൻ പേര് മനോഹരൻ. അടുത്ത നാമം ജിതക്രോധ. ജിതക്രോധ ക്രോധത്തെ ജയിക്കുന്നു. ജിത എന്ന് പറഞ്ഞാൽ ജയിക്കുക.
അപ്പം ജിതക്രോധ എന്ന് പറഞ്ഞാലോ ദേഷ്യത്തെ കീഴടക്കിയവൻ, ക്രോധത്തെ കീഴടക്കിയവൻ. അപ്പം മഹാവിഷ്ണുവിനെ ക്രോധം ബാധിക്കുന്നില്ല. ക്രോധത്തിൻ്റെ നാരായവേര്, അതായത് ക്രോധത്തിൻ്റെ അടിസ്ഥാനം വിഷയാസക്തിയാണെന്ന് ഭഗവാൻ സാഖ്യയോഗത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ സങ്കല്പകാമനായതുകൊണ്ട് യാതൊരു കാമവുമില്ല. അഥവാ എന്തെങ്കിലും ഭഗവാൻ ആഗ്രഹിക്കേണ്ട ആവശ്യമുണ്ടോ? കാമമുണ്ടോ? ഇല്ല. സങ്കല്പിച്ചാൽ മതി, അപ്പം തന്നെ അത് ഉണ്ടാകും. അതുകൊണ്ട് ക്രോധത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഭഗവാൻ അധർമ്മികളെ ഹനിക്കുന്നത് ക്രോധം കൊണ്ടല്ല, ധർമ്മസ്ഥാപനത്തിന് വേണ്ടിയാണ്. ഒരു വികാരവും ആത്മാവിനെ ബാധിക്കുന്നില്ല ഭഗവാന്റെ. അതുകൊണ്ട് ഭഗവാൻ ജിതക്രോധനാണ്, ദേഷ്യത്തെ കീഴടക്കിയവൻ, അല്ലെങ്കിൽ ക്രോധത്തെ ജയിച്ചവൻ. വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ ജിതേന്ദ്രിയൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവനാണെന്ന്. അടുത്ത നാമം വീരബാഹുഹു. ബാഹു എന്ന് പറഞ്ഞാൽ കയ്യ്, ബാഹുഹു രണ്ട് കൈകൾ. അപ്പം വീരബാഹുഹു ശക്തവും സാമർഥ്യം പ്രകടിപ്പിക്കുന്നതുമായ കൈകളുള്ളവൻ. എത്രയോ കൈകളുണ്ട്. സഹസ്രബാഹുവാണ് കൈ. ഭഗവാൻ 1000 കൈകളുണ്ടെന്ന് പറയാം. അതായത് എണ്ണമില്ലാത്തടത്തോളം കൈകളും കണ്ണുകളും തലകളും എല്ലാം ഉള്ളവനാണ് ഭഗവാൻ. അപ്പോൾ ധർമ്മം ഇല്ലാതെ ആകുമ്പോൾ ഭഗവാൻ അവതരിച്ച് കൈകളുടെ ശക്തിയും മിടുക്കും കൊണ്ട് മാത്രം ദുഷ്ടനിഗ്രഹണം ചെയ്ത് സത്തുക്കളെ രക്ഷിക്കുന്നു. സത്തുക്കളെ എന്ന് പറഞ്ഞാൽ സന്മാർഗികളെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ വീരബാഹുഹു. അടുത്ത നാമം വിധാരണക. വിധാരണക വിശേഷാൽ ധാരണം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാലോ, ധാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ പിളർക്കുക. അപ്പോൾ വിശേഷേണ പിളർക്കുന്നവനാണ് ഭഗവാൻ. വേദോക്ത ധർമ്മം ത്യജിച്ച് സത്തുക്കളെ ദ്രോഹിക്കുന്നവരെ പിളർക്കുന്നു. നരസിംഹാവതാരം സ്വീകരിച്ച് ഹിരണ്യകശിപുവിനെ മാറിളം പിളർക്കുണ്ടായി. അപ്പം അവരെയൊക്കെ ഇങ്ങനെ ഇല്ലാതെയാക്കുന്നു, പിളർക്കുന്നു എന്നർത്ഥം. വരാഹ അവതാരത്തെ പറയുന്നുണ്ട് അല്ലേ? വരാഹ അവതാരത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സത്തുക്കളെ ദ്രോഹിക്കുന്നവരെ പിളർക്കുന്നവൻ എന്ന് ഭഗവാന് പേര് വിധാരണൻ. ഇനി ഓരോ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് ടോട്ടൽ ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും നോക്കാം. സുവർദ്ധ സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഹൃത് മനോഹരോ ജിതക്രോധോ വീരബാഹുർവിധാരണ. ആദ്യത്തെ നാമം സുവ്രത, ശോഭനമായ വ്രതത്തോടു കൂടിയവൻ. രണ്ടാമത്തെ നാമം സുമുഖ, സദാ പ്രസന്നമായ മുഖമുള്ളവൻ. അടുത്ത നാമം സൂക്ഷ്മ, സ്ഥൂലനല്ലാത്തവൻ. അടുത്ത നാമം സുഘോഷ, വേദസ്വരൂപമായ ശബ്ദമുള്ളവനെന്നും ഗംഭീരമായ ശബ്ദമുള്ളവനെന്നും അർത്ഥം. സുഖദ, സത്തുക്കൾക്ക് സുഖം നൽകുന്നവൻ, അസത്തുക്കളുടെ സുഖത്തെ ധാരണം ചെയ്യുന്നവൻ. അതായത് സത്യമുള്ളവർ നല്ല ആൾക്കാർക്ക് സുഖത്തെ കൊടുക്കുന്നു, അസത്തുക്കൾക്ക് ദുഃഖത്തെ കൊടുക്കുന്നു, അവരുടെ സുഖത്തെ ഹനിക്കുന്നു, ഇല്ലാതെയാക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് സുഖദൻ. അടുത്ത നാമം സുഹൃത്ത്, പ്രത്യുപകാരം ആഗ്രഹിക്കാതെ ഉപകാരം ചെയ്യുന്നവൻ സുഹൃത്ത്. ഭഗവാന് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളോടൊക്കെ പറയുന്നുണ്ടോ ഭഗവാന് ലക്ഷക്കണക്കിന് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവാന് വേണ്ടി ചെയ്യാൻ ഒന്നും പറയുന്നില്ല. ഭഗവാൻ ഒന്നും ആഗ്രഹിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് സുഹൃത്ത് ഭഗവാൻ. അടുത്തത് മനോഹരഹ, മനസ്സിനെ ഹരിക്കുന്നവൻ എന്നർത്ഥം. ജിതക്രോധ, ക്രോധത്തെ കീഴടക്കിയവൻ അല്ലെങ്കിൽ ക്രോധത്തെ ജയിച്ചവൻ. വീരബാഹുഹു, വിക്രമമുള്ള ബാഹുക്കളോടുകൂടിയവൻ. അടുത്ത നാമം വിധാരണ, വിശേഷേണ ധാരണം ചെയ്യുന്നവൻ.
വരാഹ അവതാരമെടുത്ത് ഹിരണ്യാക്ഷനെ തേറ്റ കൊണ്ട് പിളർന്നവനാണ് ഭഗവാൻ. അതുകൊണ്ടും ഭഗവാന് വിദാരണൻ എന്ന് പേര് വന്നു. ധാരണം ചെയ്യുന്നവൻ വിദാരണൻ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം എന്താണെന്ന് നോക്കാം. സുവർദ്ധ സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഹൃത്ത് മനോഹരോജിത ക്രോധോ വീരബാഹുർവിദാരണകാം. ശോഭനമായ തപസ്സനുഷ്ഠിച്ച് നരനാരായണ രൂപിയാം. അതുപോലെ ബദരികാശ്രമത്തിൽ പോയി തപസ്സനുഷ്ഠിച്ച നരനാരായണ രൂപിയായും സുപ്രസന്നമുഖനായും ആകാശം പോലെ സൂക്ഷ്മരൂപിയായവനും അവതാരങ്ങളിൽ മേഘഗർജനം പോലെ ശബ്ദമുള്ളവനും സത്തുക്കൾക്ക് സുഖം നൽകുന്നവനും ജീവജാലങ്ങളുടെ സ്നേഹിതനും മനസ്സിനെ ആകർഷിക്കുന്നവനും ക്രോധം ബാധിക്കാത്ത ആത്മാവായവനും ബാഹുബലത്താൽ ധർമ്മസംസ്ഥാപനം നടത്തുന്നവനും ദുഷ്ടന്മാരെ പിളർക്കുന്നവനും മഹാവിഷ്ണു തന്നെ. സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഹൃത്ത് മനോഹരോജിത ക്രോധോ വീരബാഹുർവിദാരണക. ശോഭനമായ തപസ്സനുഷ്ഠിച്ച നരനാരായണ രൂപിയും സുപ്രസന്ന മുഖനും ആകാശം പോലെ സൂക്ഷ്മരൂപിയായവനും അവതാരങ്ങളിൽ മേഘഗർജനം പോലെ ശബ്ദമുള്ളവനും സത്തുക്കൾക്ക് സുഖം നൽകുന്നവനും ജീവജാലങ്ങളുടെ സ്നേഹിതനും മനസ്സിനെ ആകർഷിക്കുന്നവനും ക്രോധം ബാധിക്കാത്ത ആത്മാവായവനും ബാഹുബലത്താൽ ധർമ്മ സംസ്ഥാപനം നടത്തുന്നവനും ദുഷ്ടന്മാരെ പിളർക്കുന്നവനും വിഷ്ണു തന്നെ. സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഹൃത്ത് മനോഹരോജിത ക്രോധോ വീരബാഹുർ വിദാരണക. ഇതോടുകൂടി ഇന്നത്തെ വിഷ്ണു സഹസ്രനാമ പഠനം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിലെ അടുത്ത ശ്ലോകമായിട്ട് വരുന്നതുവരെ ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. ഓം തത്സത്.